രാഷ്ട്രീയത്തിന്റെ ചതുരംഗക്കളത്തിൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം വിവരിക്കുന്ന ലളിതവും എന്നാൽ അർത്ഥവത്തുമായ ഒരു കഥ താഴെ നൽകുന്നു. സിംഹാസനവും ചെരുപ്പും. ഒരിക്കൽ മനോഹരമായൊരു നാട് ഭരിച്ചിരുന്നത് ദയാലുവായ ഒരു വൃദ്ധരാജാവായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ആര് ഭരിക്കണം എന്ന ചോദ്യം വന്നപ്പോൾ നാട്ടിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ 2 യുവാക്കളെ അദ്ദേഹം തിരഞ്ഞെടുത്തു, വിനയനെയും വിക്രമനെയും. അവരെ പരീക്ഷിക്കാനായി രാജാവ് ഒരു നിബന്ധന വെച്ചു. 2 പേർക്കും ഓരോ ഗ്രാമങ്ങൾ വീതം നൽകും. 6 മാസത്തിനുള്ളിൽ ഏത് ഗ്രാമമാണോ കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കുന്നത് ആ ഗ്രാമത്തിന്റെ അധിപൻ അടുത്ത രാജാവാകും. വിക്രമന്റെ വഴി, അധികാരത്തിന്റെ വഴി. വിക്രമൻ തന്റെ ഗ്രാമത്തിലെത്തിയ ഉടനെ വലിയ കൊട്ടാരങ്ങൾ പണിയാൻ ഉത്തരവിട്ടു. റോഡുകൾ വീതി കൂട്ടി, സൈന്യത്തെ ശക്തമാക്കി. അധികാരമാണ് കരുത്ത് എന്നവൻ വിശ്വസിച്ചു. ജനങ്ങൾ തന്നെ ഭയപ്പെടണമെന്നും ആദരിക്കണമെന്നും അവൻ ആഗ്രഹിച്ചു. പരാതിയുമായി വരുന്നവരെ അവൻ ഗൗനിച്ചില്ല. പകരം തന്റെ വികസന പ്രവർത്തനങ്ങളെ പുകഴ്ത്തുന്നവർക്ക് പാരിതോഷികങ്ങൾ നൽകി. ഗ്രാമം പുറമേ നിന്ന് നോക്കിയാൽ അതിസമ്പന്നമായി തോന്നി. വിനയന്റെ വഴി, സേവനത്തിന്റെ വഴി. വിനയൻ ഗ്രാമത്തിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത് സാധാരണക്കാരുടെ ഇടയിൽ പോയി ഇരിക്കുക എന്നതായിരുന്നു. കൊട്ടാരത്തിലിരിക്കാതെ അവൻ ഗ്രാമത്തിലെ ചായക്കടകളിലും പാടങ്ങളിലും ജനങ്ങളോട് സംസാരിച്ചു. അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളായ